ഹരേ കൃഷ്ണ. എല്ലാ മിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാന്റെ പാദപത്മങ്ങൾ എല്ലാ ശ്രീകൃഷ്ണ ഭക്തരുടെയും ആഗ്രഹമാണ് ഭഗവാന്റെ പാദപത്മങ്ങൾ ദർശിക്കണം എന്നുള്ളത്. പാഞ്ചാലിയെപ്പോലെ ആ പാദങ്ങൾ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും കണ്ണീർ കൊണ്ട് കഴുകണം എന്നുള്ളതും അവസാനം ആ പാദങ്ങളിൽ വിലയം പ്രാപിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാ കൃഷ്ണഭക്തരുടെയും ആഗ്രഹമാണ്. എന്താണ് ഭഗവാന്റെ പാദങ്ങളുടെ പ്രത്യേകതകൾ? എന്തുകൊണ്ടാണ് ഭക്തർ അതിനെ പാദപത്മങ്ങൾ എന്ന് വിളിക്കുന്നത്? അത് നമുക്ക് നോക്കാം. ഭഗവാൻ കൃഷ്ണൻ്റെ പാദപത്മങ്ങൾ 19 മഹത്തായ ഐശ്വര്യങ്ങളാൽ സമ്പന്നമാണ്. ഇടത് പാദത്തിൽ അർദ്ധചന്ദ്രൻ, ജലപാത്രം, ത്രികോണം, വില്ല്, ആകാശം, പശുവിൻ്റെ കുളമ്പ്, മത്സ്യം, ശംഖ്. വലത് പാദത്തിൽ 8 പോയിൻ്റുള്ള നക്ഷത്രം, സ്വസ്തിക, ചക്രം, കുട, യവം, ആനക്കൊമ്പ്, പതാക, ഇടിമിന്നൽ, ഞാവൽപ്പഴം, ഊർധവരേഖ, താമര എന്നിവയാണുള്ളത്. ഭഗവാൻ കൃഷ്ണൻ്റെ ഈ പാദചിഹ്നങ്ങൾ പ്രതീകാത്മകങ്ങളാണ്. അവ ഭക്തർക്ക് നിർഭയത്വം, ഭൗതിക ദുരിതങ്ങളിൽ നിന്നും മോചനം, ഭൗതിക ലോകത്തിലെ ഐശ്വര്യം, ഭക്തമനസ്സുകൾ ഭഗവത് പാദങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും അവ മുറുകെ പിടിക്കപ്പെടുകയും ചെയ്യുന്നു. ദുരിതങ്ങളെ നശിപ്പിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഭഗവാനിൽ ഭക്തി നൽകുന്നു. ജ്ഞാനവും വൈരാഗ്യവും, സർവമംഗളം, 6 ശത്രുക്കൾ. അവ കാമം, അത്യാഗ്രഹം, ക്രോധം, മിഥ്യാധാരണ, അഹങ്കാരം, അസൂയ ഇവ വെട്ടിമുറിക്കപ്പെടുന്നു. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ 3 രീതികളെ മറികടക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ജ്ഞാനികളും ശ്രീകൃഷ്ണ ഭക്തന്മാരും ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുകയും കൃഷ്ണൻ്റെ പാദകമലങ്ങളുടെ നിത്യസേവനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കൃഷ്ണൻ്റെ പാദങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ താമസിക്കുമ്പോൾ ഗോപപാലന്മാരോടൊപ്പം രാവിലെ പശുക്കളുമായി കാട്ടിൽ പോകുമ്പോഴും വൈകുന്നേരങ്ങളിൽ തിരിച്ചെത്തുമ്പോഴും കൃഷ്ണൻ്റെ പാദമുദ്രകളിൽ നിന്ന് ഗോപികമാർ പൊടിയെടുക്കാറുണ്ടായിരുന്നു. കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൊണ്ടുപോകാനെത്തിയ അക്രൂരൻ വൃന്ദാവനത്തിൻ്റെ പ്രാന്തപ്രദേശത്തെത്തിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ പാദചിഹ്നങ്ങൾ കണ്ട് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ പാദചിഹ്നങ്ങളിൽ ഭക്തിപൂർവ്വം കിടന്നുരുണ്ടതായി ഭാഗവതം പറയുന്നു. വത്സസ്തേയത്തിൽ ബ്രഹ്മാവ് കൃഷ്ണനെ പരീക്ഷിക്കാനായി പശുക്കളെയും കൃഷ്ണൻ്റെ ഗോപാല സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 1 വർഷം ഗുഹകളിൽ പാർപ്പിച്ചു. ഈ സമയത്ത് കൃഷ്ണൻ സ്വയം പശുക്കളും സുഹൃത്തുക്കളുമായി അവരുടെ യാതൊരു മാറ്റവുമില്ലാത്ത രൂപങ്ങൾ പ്രാപിച്ച് 1 വർഷം കഴിഞ്ഞു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബ്രഹ്മാവ് താൻ ഗുഹയിൽ സൂക്ഷിച്ച പശുക്കളെയും ഗോപബാലന്മാരെയും തിരികെ നൽകി. എപ്പോഴും കൃഷ്ണനുമായി കളിക്കുകയും തിന്നുകയും പാടുകയും സല്ലപിക്കുകയും ഭഗവാന്റെ പാദത്തിലെ പൊടി സ്വന്തം ശരീരത്തിൽ പുരളാനും ഭാഗ്യം ചെയ്ത കൃഷ്ണൻ്റെ ഗോപാല സുഹൃത്തുക്കളെ അപേക്ഷിച്ച് ബ്രഹ്മാവിൻ്റെ സ്ഥാനം പോലും നിസ്സാരമാണെന്ന് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരുടെയും മനസ്സും ഹൃദയവും എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ്റെ പാദപത്മങ്ങളിൽ നിർലീനമായിരിക്കട്ടെ. ഭഗവാന്റെ കൃപയാൽ നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നാം എവിടെ ഇരുന്നാലും, ഏത് സാഹചര്യങ്ങളിലായാലും, ഏത് ജന്മങ്ങളിലായാലും ഭഗവാന്റെ പാദപത്മങ്ങളോടുള്ള അചഞ്ചലമായ സ്നേഹവും ഭക്തിയും പ്രദാനം ചെയ്യട്ടെ. ഹരേ കൃഷ്ണ.